മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പന്നിത്തടം സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം നടത്തി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രി 8 മണിയോടെ പന്നിത്തടം ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയത്. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ചങ്ങരംകുളം ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചുകയറിയായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഹിദ് 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായാണ് വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ട് മടങ്ങിവരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കനത്ത മഴയാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ മക്കൾ ബന്ധുക്കളോടൊപ്പം പുറകിലുണ്ടായിരുന്ന കാറിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ആദ്യം ചങ്ങരംകുളം ആലങ്കോടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ജഹാനയുടെ ഖബറടക്കം ആലങ്കോട് നടത്തി. ഇതിനുശേഷമാണ് ഷാഹിദിന്റെയും ഷഹീനയുടെയും മൃതദേഹങ്ങൾ നീണ്ടൂരിലെ വീട്ടിലെത്തിച്ചത്. AC മൊയ്തീൻ MLA, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു.